ഏഞ്ചൽസിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാളിങ്ങനെ സുന്ദരനായിട്ട് കുറച്ച് നേരമായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. കണ്ടാൽ നമ്മൾ രാജാവാണോ എന്നൊക്കെ തോന്നിപ്പോവും. അതുപോലെ ഒരാളാണ് വരാൻ പോകുന്നത്. നമ്മുടെ ഇവാൻ കുട്ടനാണ്. വെൽക്കം വിജോ കുട്ടൻ. രാജാവേ, അങ്ങ് എഴുന്നള്ളിയാലും. ഇതാരാ ഇത്? ഞാൻ ഇവാൻ. എനിക്ക് തോന്നുന്നില്ല ഇവാനൊന്നും അല്ല. ഇതൊരു ഇവൻ എന്താണ് മേഘരൂപൻ. ഇവൻ മേഘരൂപൻ എന്നൊക്കെ പറയുന്നാൽ ഇവൻ ഗന്ധർവൻ. അല്ല, അതാ സ്വഭാവമാണ്. ആ, ഗന്ധർവൻ. ചന്ദ്രൻ ഞാനല്ല, ദോണ്ടിരിക്കണം മെലിഞ്ഞിട്ട്. അവനെ ഗന്ധർവനല്ലേ, വെറും ബ്രൻ. വെറും ബ്രൻ. അടിയിട്ടോ രക്ഷയായിട്ട്? ലച്ചുവാണ് എന്നും എന്നെ അടിക്കണേ. അല്ല, വിട്ടോ? ലച്ചുവിന് വിടാണ്ടിരിക്കണം തന്നെയാണ് നല്ലത്. പിന്നെ അടികൊള്ളാനോ? വിട്ടവളടിക്കും. അടിച്ച പൊരിക്കും. അല്ല, പൊരിക്കണ്ട മോനെ. ഈ പൊരിക്കുന്നതൊക്കെ ഞങ്ങളുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ഞങ്ങൾ തിന്നും. അയ്യോ, അതൊരു വിഷയം. അല്ല, ഇപ്പൊ ഭദ്രയായിട്ടാണെന്ന് കേട്ടു. ഭദ്രയും താരയും രണ്ടുപേരും. എടാ, ഇതെങ്ങനെ നിനക്ക് പറ്റുന്നടാ? നീ ഒരാളെ തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് മീനൂട്ടിയെ കൊണ്ട് ഒരു രക്ഷയില്ലാതിരിക്കുന്ന ഈ സമയത്തെ ഇനി എന്നെ പറഞ്ഞാ മതി. മോനെ, എങ്ങനെയാടാ ഇത്? ഇതോ എല്ലാവരും എന്നെ ഇഷ്ടാന്ന് പറയുന്ന പെണ്ണുങ്ങൾ എല്ലാവരും. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. എന്ത് ചെയ്യാനാ, അവനിതൊരു ശല്യായിട്ടാ അത് തോന്നുന്നേ. എന്തോ നിന്റെ കയ്യിൽ ഒരു സൂത്രം ഉണ്ടല്ലോ, അത് കാരണമാണല്ലോ ഈ. അവര് തന്നെ പറയണയാ. കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, എല്ലാ കുട്ടികളും ഇവന്റെ അടുത്ത് ഇവൻ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നു. അവന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. ബുദ്ധിമുട്ടൊന്നുമില്ല. നീ അവരെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിച്ചാലാ വിവരം അറിയാം. അതന്നെ പ്രശ്നമാണോ? സ്നേഹിച്ചാ എല്ലാവരും എന്നെ ഇട്ട് മാന്തം കൊത്തുക. അങ്ങനാണോ സ്നേഹിക്കുന്നത്? അയ്യോ ചക്കരെ, എനിക്കൊരു ചോദ്യമുണ്ട്. മോൻ ഈ ലോനപ്പൻ സ്വാമിയായിട്ട് എന്താണ് അടി? ഞാനത് ആലോചിച്ചു. എന്റെ വണ്ടിനോട് കയറ്റി എടുത്തിട്ട് നീ അവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു. ഒരു കൊച്ചു കുഞ്ഞിനെ ഇത്രയും വളർന്ന് 6 അടി പൊക്കമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ, മദാമ്മമാരുടെ ഹരമായിട്ടുള്ള ഒരു കൊച്ചു കുഞ്ഞിനെ ലോറിയുടെ മേളിൽ കയറ്റിയിരുത്തി നീ അവിടെ ഇരിയടാ. അതെന്താ, അസൂയാണല്ലോ ചേട്ടാ? പിന്നെ ഒരുപാട് പെമ്പിള്ളാര് ഇങ്ങനെ വരുന്നോണ്ട് ലിനുവിന് ഇപ്പൊ ആരും വരുന്നില്ല. അതിരിക്കട്ടെ, ഏത് പാട്ടാ? കറുകറുത്തൊരു പെണ്ണാണ്. കഥ കറുകറുത്തൊരു പെണ്ണാണ്.